അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ പങ്കുവച്ചിരുന്നത് ഈ വ്യക്തി അബാ അൽ സദീഖ് എങ്ങനെയാണ് യേശുവിൻ്റെയും മുഹമ്മദിൻ്റെയും പിൻഗാമി എന്നും താനാണ് യഥാർത്ഥ പോപ്പെന്നൊക്കെ അവകാശപ്പെട്ടതെന്നും ബൈബിൾ വെച്ച് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് തൻ്റെ അവകാശവാദങ്ങൾ മുഴുവനുമായിട്ടും തകർന്നു പോകുന്നതെല്ലാം ഞാൻ ആ ഒരു സന്ദേശത്തിൽ ഞാൻ കൈകാര്യം ചെയ്തായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് താൻ എതിർക്രിസ്തു അല്ല എന്ന് താൻ പറയുന്നതും ആരാണ് യഥാർത്ഥ എതിർക്രിസ്തു എന്ന് താൻ ചൂണ്ടിക്കാണിക്കുന്നതും പിന്നെ തൻ്റെ അനുയായികൾ ചില അത്ഭുതങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഓഫ് കോഴ്സ് സന്ദേശത്തിലുടനീളം ഓരോ കാര്യങ്ങളെയും ബൈബിളിൽ വെച്ച് വിശകലനവും ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സത്യം മനസ്സിലാക്കണം, സത്യത്തിൻ്റെ സൈഡിൽ വേണം നിൽക്കാൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു അപ്പോളജറ്റിക്സ് റിലേറ്റഡ് സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ബൈ ദ വേ, നിങ്ങൾക്ക് ഇപ്രകാരമുള്ള കണ്ടൻറ്റിൽ നിന്ന് വാല്യൂ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ പേർ ഇപ്രകാരമുള്ള ബിബ്ലിക്കൽ കണ്ടൻറ്റിലൂടെ ആത്മീകമായിട്ടുള്ള രീതിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കപ്പ് വാട്സാപ്പ് സിസ്റ്റത്തെ പറ്റിയും കൂടെ ഞാനൊന്നുകൂടെ ഓർപ്പിക്കട്ടെ. അതിൻ്റെ ആ ഇൻസ്ട്രക്ഷണൽ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ആ സന്ദേശം നിങ്ങൾ കണ്ടില്ല എങ്കിൽ അത് കാണണം. അത് കണ്ടെങ്കിലേ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുകയുള്ളൂ. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പോൾ അനേകർ ഈ അബാ അൽ സദീഖിനെ എതിർക്രിസ്തു ആണെന്ന് വിളിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത് താനല്ല എതിർക്രിസ്തു എന്നും എതിർക്രിസ്തു ഇപ്പോൾ ഓൾറെഡി ഈ ഭൂമിയിലുണ്ടെന്നും എതിർക്രിസ്തുവിനെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് താൻ പറയുന്നത്. I am not the Antichrist, nor do I claim to be the Messiah. The only Messiah to ever come was Jesus, the son of Mary, alayhi salam. 2,000 years ago he came and was God in creation. അബ്ദുള്ള ഓപ്പൺലി പറയുന്നത് യേശുവാണ് മെശിഹയെന്നും തൻ്റെ ആ സ്പീച്ചിൽ, തൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് താൻ മുഹമ്മദിൻ്റെ ഒരു അനുയായിയാണെന്നും. എന്തൊരു അസംബന്ധമാണ്! മശീഹയുടെ അർത്ഥമെന്താ? എബ്രായ ഭാഷയിൽ മശീയക്ക് എന്ന് വെച്ചാൽ അഭിഷിക്തൻ. അതിൻ്റെ ഗ്രീക്ക് ഫോമാണ് ക്രിസ്റ്റോസ്. ഇംഗ്ലീഷ് പദമാണ് ക്രൈസ്റ്റ്. അപ്പം മശീഹ എന്ന് വെച്ചാൽ ദൈവം അയച്ചിരിക്കുന്ന ഒരു വ്യക്തി, എന്തോ ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന വ്യക്തി, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി. അപ്പോൾ യഹൂദ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മശീഹ എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ലൈനിൽ വരുന്ന ഒരു ഭാവി യഹൂദ രാജാവ്. ആ രാജാവ് വരുമ്പോൾ ഈ ഭൂമിയിൽ നീതിയും സമാധാനവും നടപ്പാക്കും. പ്രത്യേകിച്ച് യഹൂദ ജനത്തിന് സമാധാനം കൊണ്ടുവരും. പക്ഷേ യഹൂദ ജനം ആത്മീകമായി ഒരു അന്ധതയിലായിപ്പോയി. കാരണം ദൈവം തന്നെ അങ്ങനെ അനുവദിച്ചു. കാരണം എന്തുകൊണ്ടാണ്? ജാതികളായ നാം, യഹൂദരല്ലാത്ത ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ജാതികളാണ്. അപ്പോൾ ജാതികളായ നമുക്ക് ദൈവരാജ്യത്തിൽ ഭാഗവാക്കാകുവാൻ വേണ്ടി അങ്ങനെ ദൈവം എബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, ആ ഒരു വാഗ്ദത്തം നിവൃത്തീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തത്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മറ്റ് സന്ദേശങ്ങൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യഹൂദർ യേശുവിനെ അവരുടെ മശീഹയായി അംഗീകരിക്കാഞ്ഞത്? റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന ദുരുപദേശം ബൈബിൾ വെച്ച് നാം നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം? എന്താണ് ദൈവത്തിൻ്റെ പ്ലാൻ? ഇസ്രയേൽ സഭ, ഇവരെക്കുറിച്ചൊക്കെയുള്ള ദൈവിക പദ്ധതി എല്ലാം ഞാൻ ആ സന്ദേശങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വന്ന മശീഹ എന്ന ആ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അഭിഷിക്തൻ, ദൈവം ഒരുക്കി വെച്ച മാനവജാതിക്ക് വേണ്ടിയുള്ള രക്ഷ നടപ്പിലാക്കുവാൻ, അല്ലെ ആ രക്ഷ അക്കംപ്ലിഷ് ചെയ്യുവാൻ, ആ രക്ഷയുടെ പ്രവൃത്തിയെ വർക്കൗട്ട് ചെയ്യുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട അഭിഷിക്തൻ. അത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തു മാത്രമാണ്. പത്രോസ് തന്നെ യേശുവിനെ നോക്കി പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഈ അബ്ദുള്ള നേരിടുന്ന പ്രശ്നം, അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിനെയും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ നോക്കുക. അതൊരിക്കലും സാധിക്കത്തില്ല. കാരണം ഇസ്ലാം ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്നു. ഓയിലും വെള്ളവും കൂടെ മിക്സ് ചെയ്യാൻ നോക്കുന്ന പോലെയേ ഉള്ളൂ. അങ്ങനെ ഈ അബ്ദുള്ള വിചാരിക്കുന്നത് ഇങ്ങനെ മിക്സ് ചെയ്താൽ തനിക്ക് ഈ രണ്ട് മതങ്ങളുടെയും കൺട്രോൾ ഏറ്റെടുക്കാവുന്നു. ഇനി അബ്ദുള്ള കൂടുതൽ ചില പ്രസ്താവനകൾ യേശുവിനെ പറ്റിയും മുഹമ്മദിനെ പറ്റിയും പറയുന്നത് കേട്ടേ.
Muhammad and Jesus are brothers, and there are no two messengers closer to one another than them. യേശുവും മുഹമ്മദും സഹോദരന്മാരാണെന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്ത് ഇൻസൾട്ടിങ്ങാണ്. യേശുവിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുഹമ്മദ് വരുന്നത്. മാത്രവുമല്ല, യേശുവിൻ്റെയും മുഹമ്മദിൻ്റെയും സ്വഭാവം നാം പരിശോധിച്ചാൽ അവരെ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? യേശു പാപമില്ലാത്തവനായിരുന്നു. യേശു ആ സമയത്തെ യഹൂദ മത നേതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നുവെന്ന്. അതായത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാനൊരു പാപിയാണെന്ന്? ഒറ്റ മനുഷ്യരും പ്രതികരിച്ചില്ല. അത്രയ്ക്ക് പരിശുദ്ധിയുള്ളൊരു ജീവിതമായിരുന്നു യേശുവിൻ്റെ. പക്ഷെ നാം മുഹമ്മദിൻ്റെ ചരിത്രം നോക്കിയാൽ എന്തെങ്കിലും നല്ലതുണ്ടോ മുഹമ്മദിനെ പറ്റി പറയാൻ? മാത്രമല്ല, മുഹമ്മദ് യേശുവിനെ പറ്റിയുള്ള സെൻട്രൽ ട്രൂത്ത്സ്, സത്യങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. അതായത് യേശുവിൻ്റെ ദൈവത്വം, ക്രൂശീകരണം, പുനരുത്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുഹമ്മദ് നിഷേധിച്ചു. ചരിത്രം സൂക്ഷ്മമായി പഠിക്കുന്നവർക്കറിയാം, മുഹമ്മദിനെ സ്വാധീനിച്ചത് നെസ്റ്റോറിയൻ ചിന്താഗതികളും നോസ്റ്റിക് ചിന്താഗതികളുമാണ്. ആ ചിന്താഗതികളും ആ ദുരുപദേശങ്ങളെല്ലാം തന്നെ ആദിമസഭയിൽ ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാർ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് സ്ഥാപിച്ചിരുന്നു. എന്നിട്ടാണ് ഈ അബ്ദുള്ള ഇപ്പോൾ അവകാശപ്പെടുന്നത് യേശുവും മുഹമ്മദും സഹോദരങ്ങളാണ്. എന്തൊരു അസംബന്ധമാണ്. ഇനിയിപ്പം നമുക്ക് മൂവ് ചെയ്യേണ്ടത് അബ്ദുള്ള എന്താണ് യഥാർത്ഥ എതിർ ക്രിസ്തു എന്ന് താൻ പറയുന്ന കാര്യങ്ങളാണ്. കാരണം താൻ ഓൾറെഡി പറഞ്ഞല്ലോ താനല്ല എതിർ ക്രിസ്തു എന്ന്. താൻ പറയുന്നത് എതിർ ക്രിസ്തു ഒരു വ്യക്തിയല്ല, വ്യക്തിയെക്കാട്ടിലും വലുതാണെന്ന്. നമുക്കൊന്ന് കേൾക്കാം. So who fits this description of the Antichrist? People have long pondered the meanings of these characteristics, expecting an individual who is blind in one eye with the word kafir written on his forehead. But what if he is not a single individual? What if the Antichrist is many people? What if he is a spirit that possesses an entire nation? താൻ പറയുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്നത് നെറ്റിപ്പുറത്ത് കാഫിർ എന്ന് എഴുതി വരുന്ന ആളല്ല. അദ്ദേഹം പറയുന്നത് ഒരു അശുദ്ധ ശക്തിയുടെ സ്വാധീനത്താൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രം ഏതാണ്? Description of this nation is that it devours the whole earth, tramples it down and crushes it. So it must be a world power, perhaps the strongest the world has ever seen. Only one country comes to mind that fits that description of a fourth beast, dreadful and terrible and extremely strong, and it had large iron teeth. This iron beast that tramples over the nations is none other than the United States of America. അദ്ദേഹം ദാനിയേലിൽ നിന്നുള്ള ചില വേദഭാഗങ്ങളൊക്കെ അടർത്തിയെടുത്ത് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നടത്തിയെടുത്ത് ബൈബിൾ പ്രിൻസിപ്പിൾസിനെ എല്ലാം നിഷേധിച്ചുകൊണ്ട് താൻ പറയുകയാണ് അമേരിക്കയാണ് എതിർ ക്രിസ്തു എന്ന്. നോക്കിക്കോണം പിന്നീടുമുള്ള തൻ്റെ ഫർദർ വൈൽഡായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ്. It is no secret that the United States media, in all its forms, glorifies the Masonic one-eye symbolism. The country itself was founded by Freemasons, who take the eye of providence to symbolize their God. Does this not match the description given by Zechariah and the Prophet Muhammad sallallahu alaihi wasallam? It is also no coincidence that the most iconic symbol of the nation is the Statue of Liberty. This statue closely resembles Lucifer or Satan. Consider the similarities between the Statue of Liberty and the statue of Lucifer in the Cathedral of Belgium. Both have crowns, both have chained legs. The posture and face of the Statue of Liberty also strongly resemble Thomas Lawrence's painting, Satan Summons His Legions. The statue stands in New York City, a city nicknamed the Big Apple, a symbol that evokes the forbidden fruit of Eden that Satan used to deceive Adam and Eve. അബ്ദുള്ള പറയുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളെയും അധികാരത്തെയും നിഷേധിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന്. More importantly, the United States, rather than upholding Christian ideals, has promoted everything that is anti-religion and anti-God. Every immoral and unrighteous deed has been committed and glorified. The United States allows the worship of every foreign god. It has created countless idols and American superstars. It blasphemes and mocks God's name through its media. It has forsaken the Sabbath and glorified Sunday.
It has dishonored parents and embedded this in its culture. It has committed acts of mass murder and warfare. It promotes and glorifies adultery and fornication. It has stolen from and plundered other nations. It lies, deceives, and bears false witness globally. It covets the wealth and resources of others. While claiming to follow Jesus Christ and awaiting his return, the United States has changed God's laws and created its own systems of governance, systems that exclude the possibility of Jesus ever ruling America. അപ്പോൾ താൻ ചെയ്യുന്നത് അമേരിക്കൻ ഡെമോക്രസിയും എല്ലാ മേഖലയിലുമുള്ള അമേരിക്കയുടെ ആ ശക്തിയും സ്വാധീനവും സെക്യുലർ കൾച്ചറും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് പറയുകയാണ് അമേരിക്കയാണ് എതിർ ക്രിസ്തു എന്ന്. തൻ്റെ അവകാശവാദങ്ങളെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം, സ്പോയിലർ അലേർട്ട്. യാഥാർത്ഥ്യമായിരിക്കാം അമേരിക്കയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ളതും ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട രാജ്യമെന്ന് പറയുന്നതിൽ തെറ്റില്ല. അതിനുള്ള കാരണം ദൈവം എബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ചരിത്രത്തിലുടനീളം ഇസ്രയേൽ, അതായത് എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ആ പരമ്പരയാണല്ലോ ഇസ്രയേൽ. അപ്പോൾ ഇസ്രയേലിനെ ആരെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തോ ആ രാജ്യങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അമേരിക്ക ഇസ്രയേലിന് എന്തെല്ലാം ആവശ്യമുണ്ടായിരുന്ന ഘട്ടങ്ങളിലെല്ലാം അമേരിക്ക ഇസ്രയേലിനെ സഹായിച്ചു. അതുകൊണ്ട് ദൈവം അമേരിക്ക അനുഗ്രഹിച്ചു. അപ്പോൾ തന്നെ ഇസ്രയേലിന് എതിരെ അമേരിക്ക ചില നിലപാടുകൾ എടുത്തപ്പോൾ ദൈവം അമേരിക്കയെ ന്യായം വിധിക്കുകയും ചെയ്തു. ഇത് ഏതൊരു വ്യക്തിക്കും ഏതൊരു രാഷ്ട്രത്തിനും ബാധകമാണ്. ശരിയാണ്, അമേരിക്ക ദൈവത്തെയും ദൈവ വഴികളെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അമേരിക്ക എന്ന രാഷ്ട്രം നിലനിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് അവിടെ കുറച്ചൊരു ശേഷിപ്പുണ്ട്. പ്രാർത്ഥിക്കുന്ന ചിലർ ആ രാഷ്ട്രത്തെ വഹിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൈവം ഇപ്പോഴും അമേരിക്കയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാത്തത്. ഇനിയിപ്പോൾ അബ്ദുള്ളയുടെ അവകാശവാദങ്ങൾ, എതിർ ക്രിസ്തു അമേരിക്ക എന്ന് പറയുന്ന അവകാശവാദങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, അബ്ദുള്ള പറഞ്ഞത് സിംബളിസം, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ലൂസിഫർ എന്നും ന്യൂയോർക്ക് സിറ്റി ബിഗ് ആപ്പിൾ ആണെന്നും പിന്നെ ആ സിംബളിസത്തെ എല്ലാം ഏദൻ തോട്ടമൊക്കെ വെച്ച് കണക്ട് ചെയ്യുകയാണ്. നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും സിംബളിസം വെച്ച് നമുക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റില്ല. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് കൊടുത്ത ഗിഫ്റ്റാണ്. സ്വാതന്ത്ര്യത്തെയും ഡെമോക്രസിയെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതാണ്, അല്ലാതെ പിശാചിനെ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അബ്ദുള്ള പറഞ്ഞത് എതിർ ക്രിസ്തു ഒരു വ്യക്തിയല്ല, ഒരു രാഷ്ട്രമാണെന്ന്. ബൈബിൾ വളരെ ക്ലിയറാണ്. എതിർ ക്രിസ്തു 7 വർഷത്തെ മഹോദരവ കാലയളവിൽ ഒരു വ്യക്തിയായി വരും. നാം എതിർ ക്രിസ്തു എന്ന സിംഗുലർ ഏകവചന പദപ്രയോഗം 1 യോഹന്നാൻ 2:18, 2:22, 4:3, 2 യോഹന്നാൻ 1:7 കാണുന്നു. അപ്പോൾ തന്നെ ബഹുവചന പദപ്രയോഗം പ്ലൂറൽ ആൻറ്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തുക്കളെ 1 യോഹന്നാൻ 2:18 കാണുന്നു. 1 യോഹന്നാൻ 2:18 തന്നെ ഒന്ന് നോക്കിയാൽ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ പശ്ചാത്തലം നാം നോക്കിയാൽ വളരെ വ്യക്തമാണ്. യോഹന്നാൻ തൻ്റെ ആ ലേഖനം എഴുതുമ്പോൾ തന്നെ അനേകർ യേശുവിൻ്റെ ഇൻകാർണേഷൻ, അതായത് കന്യക മറിയാമിലൂടെ ജനിച്ചു എന്ന ആ ഇൻകാർണേഷൻ, യേശുവിൻ്റെ ഇൻകാർണേഷനെയും ക്രൂശീകരണം, പുനരുത്ഥാനം അവയൊക്കെ നിഷേധിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ പറയുന്ന ഭാവിയിൽ വരുവാൻ പോകുന്ന ക്യാപിറ്റൽ എ ആൻറ്റി ക്രൈസ്റ്റ്, ആ എതിർ ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ്, ആ വഞ്ചിക്കുന്ന ആത്മാവ് ആ പറഞ്ഞ ആ എതിർ ക്രിസ്തുക്കളിലും അന്നത്തെ കാലയളവ് മുതൽ തന്നെ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. യോഹന്നാൻ തൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ആൻറ്റി ക്രൈസ്റ്റ്, സ്മോൾ എ ആണ് ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുക്കളെ മാത്രമല്ല അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആൻറ്റി ക്രൈസ്റ്റ്, ക്യാപിറ്റൽ എ, ആ ആൻറ്റി ക്രൈസ്റ്റിനെയും കണ്ടുകൊണ്ടാണ് പറയുന്നത്. കാരണം അന്ത്യകാലത്ത് ആ ആൻറ്റി ക്രൈസ്റ്റ് ആയിരിക്കും ക്രിസ്തുവിനെ നിഷേധിക്കുകയും ആളുകളെ വഞ്ചിക്കുകയും ആ അധർമ്മത്തിൻ്റെ സിസ്റ്റം മുഴുവനും വ്യാപരിക്കുവാൻ പോകുന്നത് ആ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കീഴിലായിരിക്കും. പക്ഷേ ആ ആൻറ്റി ക്രൈസ്റ്റ്, ആ എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്നത് തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ് വഴിമാറിപ്പോകുമ്പോഴാണ്. ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പിശാചിന് ഒരിക്കലും അറിയില്ല ഉൽപ്രാപണം, സഭയുടെ ഉൽപ്രാപണം, റാപ്ചർ എപ്പോഴാണ് സംഭവിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ഓരോ തലമുറയിലും ഒരു വ്യക്തിയെ പ്രിപ്പയർ ചെയ്ത് വരികയാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് ആകുവാൻ, ക്യാപിറ്റൽ എ എതിർ ക്രിസ്തു ആകുവാൻ.
അങ്ങനെ ഒരാളായിരുന്നിരിക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണക്കാരനായ ആ ജർമ്മൻകാരൻ മീശക്കാരൻ. എന്തായാലും എതിർ ക്രിസ്തുവിൻ്റെ സമയത്ത്, അതായത് ഫൈനൽ ആൻറ്റിക്രൈസ്റ്റ്, ക്യാപിറ്റൽ എ ആൻറ്റിക്രൈസ്റ്റിൻ്റെ സമയത്ത് വെളിപ്പെടുവാൻ പോകുന്ന അധർമ്മത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 2 തെസ്സലോനിക്കർ 2:3-4 പറയുന്നു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. ബൈ ദ വേ, ഞാനൊരു ഫുൾ എക്സോസ്റ്റീവ് സ്റ്റഡി 2 തെസ്സലോനിക്കർ 2 അധ്യായത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് അപ്പോസ്റ്റാസിയ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം? വിശ്വാസത്യാഗം എന്ന് നാം വായിക്കുന്നതാണോ യഥാർത്ഥ ആ മൂലഭാഷയിൽ നിന്നുള്ള ആ വാക്കിൻ്റെ ട്രാൻസ്ലേഷൻ? എന്താണ് യേശുവിൻ്റെ പ്രത്യക്ഷത? എന്താണ് കർത്താവിൻ്റെ നാൾ? ആരാണ് തടുക്കുന്നവൻ? എങ്ങനെയാണ് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരുന്നത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ആ സെഷൻസിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് 2 തെസ്സലോനിക്കർ 2 അധ്യായത്തിൽ പറയുന്നത് ആൻറ്റിക്രൈസ്റ്റ്, ക്യാപിറ്റൽ എ, ആ എതിർ ക്രിസ്തു ഒരു സിംഗുലർ പേഴ്സൺ, ഏകവചനത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അവൻ ദൈവമെന്ന് അവകാശപ്പെടും. അവൻ ആരാധന ചോദിക്കും. മറ്റ് ചില വേദഭാഗങ്ങൾ, ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം 13:1-8, 16-17 വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ ആൻറ്റിക്രൈസ്റ്റ്, ക്യാപിറ്റൽ എ ആൻറ്റിക്രൈസ്റ്റ്, ഒരു കരിസ്മാറ്റിക് ലോക നേതാവായിരിക്കും. ആളുകളെയെല്ലാം തൻ്റെ വാക്കുകളാൽ സ്വാധീനിക്കും, ലോകത്തെ നിയന്ത്രിക്കും. അവൻ ദൈവമെന്ന് അവകാശപ്പെടും. അപ്പോൾ അബ്ദുള്ളയുടെ അവകാശവാദങ്ങൾ, അതായത് അമേരിക്ക എന്ന രാഷ്ട്രമാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്, വലിയ മണ്ടത്തരമാണ്. കാരണം ബൈബിൾ പറയുന്ന ആ ആൻറ്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, ഒരു വ്യക്തിയാണ്. ഇനിയിപ്പം ഈ അബ്ദുള്ളയുടെ അനുയായികൾ തൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടി. We found the riser of the family of Muhammad, Abu Sadiq, and this is what we saw. I saw actual angels fly across the skies to testify for him. I saw prophetic dreams where he revealed secrets that later came true. I witnessed and experienced his prophecy of my son's impossible birth coming true. I witnessed him use me as a vessel to bring my dad back to life. I saw him cure me of an illness that the doctors couldn't cure. I saw him sustain countless people, like Jesus did, for many years. I witnessed he made the moon disappear. I saw him have power over the jinn like Sodom. I witnessed him manifest a person out of nowhere. I saw him resurrect my wife from the dead. I witnessed him cure me from my infertility. I saw him turn leaves into living animals. I saw him make every living minute of our lives with God a miracle. അതിലുൾപ്പെടും ചന്ദ്രൻ അപ്രത്യക്ഷമായി പോകുന്നത്, മറ്റുള്ളവരുടെ ഡ്രീംസ്, അതായത് സ്വപ്നങ്ങളെ വെളിപ്പെടുത്തുന്നത്. ചില വ്യക്തികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് പറയുന്നവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന പ്രവചനം കൊടുത്തു. അത് പിന്നീട് നിവൃത്തിയാകുന്നത്. ചിലരുടെ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്നത്. പിന്നെ റിസറക്റ്റിംഗ് പീപ്പിൾ ഫ്രം ദ ഡെഡ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആളുകളെ ഉയർപ്പിക്കുന്നത്. ഈവൻ ഇലകളെ ജീവിക്കുന്ന മൃഗങ്ങളായി മാറ്റുന്നത് എല്ലാം അതിൽ ഉൾപ്പെടും. ഇവയെല്ലാം ഒന്നുകിൽ ഫേക്കായിട്ടുള്ള അത്ഭുതങ്ങളോ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ട ആളുകൾ ഏതോ ഹിപ്നോട്ടിക് ഇല്യൂഷനിൽ കിടക്കുന്നവരായിരിക്കാം. എന്തായാലും തിരുവഴുത്തിലേക്ക് വരാം. എങ്ങനെയാണ് ആൻറ്റിക്രൈസ്റ്റ്, ക്യാപിറ്റൽ എ, ആ എതിർ ക്രിസ്തുവിൻ്റെ സമയത്ത് ചതിക്കുന്ന, വഞ്ചിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളെപ്പറ്റി ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ചേ. പൗലോസ് 2 തെസ്സലോനിക്കർ 2:9-10 പറയുന്നു, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. നിങ്ങൾ ആ 2 തെസ്സലോനിക്കർ 2 അധ്യായത്തിൻ്റെ ആ സ്റ്റഡി സീരീസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. തടുക്കുന്നവനായ പരിശുദ്ധാത്മാവ് വഴിമാറിപ്പോകുമ്പോൾ, അതായത് സഭയുടെ ഉൽപ്രാപണത്തിങ്കൽ പരിശുദ്ധാത്മാവിനെ ഇവിടുന്ന് എടുക്കുമ്പോഴാണ് ആ എതിർ ക്രിസ്തു, ആൻറ്റിക്രൈസ്റ്റ് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ അവൻ വെളിപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവൻ പ്രവർത്തിക്കും. എന്തിനാണ്? ഈ ലോകത്തിലുള്ളവരെ വഞ്ചിക്കുവാൻ. യോഹന്നാൻ്റെ ആ ലേഖനത്തിൽ നിന്ന് നാം മുമ്പേ വായിച്ചല്ലോ. അതിൽ നിന്നും മനസ്സിലാകാം, ഇപ്രകാരമുള്ള വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോൾ, ഇങ്ങനെ അത്ഭുതങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നവർ, അവർക്ക് യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ല. അവർക്ക് തോന്നിയതുപോലെ ജീവിക്കണം. ഇസ്ലാം തന്നെ നോക്കിയാൽ, ബൈബിൾ വെച്ച് നാം നോക്കിയാൽ ഇസ്ലാം ഒരു വ്യാജ മതമാണ്.
ഈ അബ്ദുള്ള ഹഷം ഇപ്പോൾ ചെയ്യുന്നത് ഈ വ്യാജ ഇസ്ലാമിൽ നിന്ന് മറ്റൊരു സെക്റ്റിനെ ഉണ്ടാക്കുവാൻ നോക്കുക. അങ്ങനെ അതിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ ഈ അവകാശവാദങ്ങളും തൻ്റെ വ്യാജ അത്ഭുതങ്ങളും. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളവർ, അതായത് അബ്ദുള്ള ഹാഷമിനെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള ഔട്ട്റേജിയസ് പ്രസ്താവനകളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് നമുക്കെന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ബൈബിൾ നമ്മളെ സഹായിക്കുന്നു. 2 യോഹന്നാൻ 1:7 പറയുന്നു, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. അപ്പോൾ യോഹന്നാൻ പറയുന്നത് ആരാണോ യേശുവിൻ്റെ ഇൻകാർണേഷൻ, അതായത് കന്യക മറിയാമിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന ആ ഇൻകാർണേഷൻ, അതിനെ തള്ളിക്കളയുന്നതും യേശു ദൈവപുത്രനായിരിക്കെ ജഡത്തിൽ വന്നു എന്ന വസ്തുതയെ തള്ളിക്കളയുന്നവൻ, നിഷേധിക്കുന്നവൻ വഞ്ചകനാണ്. അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇസ്ലാമിന് ക്രിസ്തുവിനെ പറ്റിയുള്ള ഒട്ടനവധി ചിന്തകൾ, ആ ചിന്താഗതികൾ ലഭിച്ചത് തന്നെ ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, നോസ്റ്റിക്കും നെസ്റ്റോറിയൻ ചിന്താഗതിയിൽ നിന്നാണ്. അതെല്ലാം ദുരുപദേശങ്ങളാണെന്നുള്ളത് ആദിമ സഭാപിതാക്കന്മാർ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നേ സ്ഥാപിച്ചിരുന്നു. ഈവൻ ദോ ഖുറാൻ തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ പീപ്പിൾ ഓഫ് ദ ബുക്ക്, അതായത് പഴയ നിയമം യഹൂദന്മാർ, പുതിയ നിയമം ക്രിസ്ത്യാനികൾ, ഇവരെ വേണം മുസ്ലിംസ് ഫോളോ ചെയ്യേണ്ടത് എന്ന് ഖുറാൻ തന്നെ പറയുന്നുണ്ടെങ്കിലും അവർ അവരുടെ ചിന്താഗതിയിലേക്ക് മറ്റ് ചില കാര്യങ്ങളൂടെ കൂട്ടിച്ചേർത്തു. ഉദാഹരണത്തിന് ബൈബിളിൽ തെറ്റുണ്ടെന്നും യേശു ക്രൂശിൽ മരിച്ചില്ല എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും അവർ കൂട്ടിച്ചേർത്തു. ആൻഡ് ഇതാണ് ഖുറാനിക് ഡിലേമ, അതായത് ഖുറാനിലെ ദ്വന്ദ്വാവസ്ഥ. ഇത് തന്നെ, ഈ പ്രശ്നം തന്നെയാണ് അബ്ദുള്ളയും നേരിടുന്നതും. അപ്പോൾ പിന്നെ നമുക്ക് എതിർക്രിസ്തുവിൻ്റെ ആത്മാവിനെ എങ്ങനെ തിരിച്ചറിയാം? 1 യോഹന്നാൻ 4:2-3 പറയുന്നു, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ പഠിപ്പിക്കൽ, യേശുവിനെ പറ്റിയുള്ള പഠിപ്പിക്കൽ കേട്ടാൽ അറിയാം ആ വ്യക്തിയിൽ എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണോ വ്യാപരിക്കുന്നതെന്നുള്ളത്. തിരുവെഴുത്ത് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി യേശു 100% ദൈവവും 100% മനുഷ്യനും ആണെന്നുള്ള വസ്തുതയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പഠിപ്പിക്കലിനെ നിഷേധിച്ചാൽ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ പിന്നെ ഈ അബ്ദുള്ള ഹഷമിലും വ്യാപരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവായിരിക്കണം. പക്ഷേ താൻ എതിർക്രിസ്തു അല്ല. ഇപ്രകാരമുള്ള വഞ്ചിക്കപ്പെട്ടവർ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട്. അവർ അനേകരെ വഞ്ചിച്ചിട്ടുമുണ്ട്. പക്ഷേ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന ഏതൊരു വ്യക്തിയും, വീണ്ടും ജനന അനുഭവമുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വചനത്തെ വേണം നാം ഫോക്കസ് കൊടുക്കേണ്ടത്. തിരുവെഴുത്തിലും യഥാർത്ഥ സത്യമായിട്ടുള്ള തിയോളജിയിലും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളിലും വേരൂന്നി നാം നിൽക്കണം. അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള ഫേക്ക് ഹെററ്റിക്സ് ആൻഡ് ഫോൾസ് ടീച്ചേഴ്സ്, വ്യാജ ദുരുപദേശകന്മാരും പിന്നെ വ്യാജ ഉപദേഷ്ടാക്കന്മാരെയൊക്കെ തിരിച്ചറിയുവാൻ സാധിക്കും. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഷ്വേർഡായിട്ടിരിക്കാം. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ തന്നെ നാം എതിർ ക്രിസ്തു വരുന്നോ എന്ന് നോക്കിയിരിക്കുകയല്ല, പകരം മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ആ ഉൽപ്രാപണത്തിങ്കൽ നമ്മെ ചേർക്കുവാൻ വരുന്ന യേശുവിനെ നോക്കിപ്പാർത്താണ് നാം ജീവിക്കുന്നത്. കാരണം എന്തായാലും എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്നത് തടുക്കുന്നവനായ പരിശുദ്ധാത്മാവ് വഴിമാറിപ്പോകുമ്പോഴാണ്. അതായത് സഭയുടെ ഉൽപ്രാവണത്തിങ്കൽ പരിശുദ്ധാത്മാവിനെ ഇവിടുന്ന് എടുത്ത ശേഷമാണ് പിന്നീട് എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരുന്നത്. നമ്മുടെ ആ സ്റ്റഡി സീരീസ് ഓൺ 2 Thessalonians 2 കാണുമെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. സോ ടേക്ക് കെയർ, ബൈ ഫോർ നൗ, ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.